ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ തന്നെ കൈയടക്കിക്കൊണ്ടിരിക്കുന്ന നാനോ ബനാനയെ പറ്റിയിട്ടാണ്. ഈ നാനോ ബനാന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ജെമിനി 2.5 ഫ്ലാഷിലാണ്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നമ്മൾ ഇമേജ് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പ് ആയിരിക്കും അല്ലേ. ഫോട്ടോഷോപ്പിനെ തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് ഈ നാനോ ബനാന എന്ന് പറയുന്നത്. നാനോ ബനാന ഒരു ഇമേജ് എഡിറ്റിംഗ് ടൂളാണ്. ഇനി ക്യാരക്ടർ കൺസിസ്റ്റൻസി എന്ന് പറയുന്നതാണ് മറ്റൊരു പ്രധാന ഘടകം. അതായത് നമ്മൾ മറ്റേതൊരു AI ടൂളിലേക്കും നമ്മുടെ ഫോട്ടോസ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് ഇതിന് ഇന്ന ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് തിരിച്ച് സെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ഫേസ് മാറിയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ. എന്നാൽ നമ്മുടെ നാനോ ബനാന യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ തന്നെയാണ് കിട്ടുന്നത്. അതായത് നമ്മുടെ ഒറിജിനൽ ഇമേജ് തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവും. ഇനി നാനോ ബനാനയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സെക്കൻഡ്സ് കൊണ്ടാണ് നമുക്കിത് ഇമേജ് ജനറേറ്റ് ചെയ്ത് തരുന്നത്. ഇനി ഇതിൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇമേജസിൻ്റെയും പ്രോംപ്റ്റ്സ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എടുക്കാവുന്നതാണ്. എങ്ങനെ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാം എന്നുള്ളതും ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നാനോ ബനാന എങ്ങനെ ഫോണിൽ യൂസ് ചെയ്യാം എന്നുള്ളതും ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് 2 മെത്തേഡ് യൂസ് ചെയ്തിട്ട് നാനോ ബനാന എടുക്കാവുന്നതാണ്. ആദ്യം ഞാൻ ഗൂഗിളിൽ വന്നിട്ട് ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ട്രൈ നാനോ ബനാന എന്നുള്ള ഓപ്ഷൻ കാണാം അല്ലേ. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും വരിക. നമുക്ക് വേണ്ട ഇമേജിൻ്റെ പ്രോംപ്റ്റ് നമ്മളിവിടെ കൊടുക്കുക. ദെൻ നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ ജനറേറ്റ് ആൻ ഇമേജ് ഓഫ് എ ബനാന വെയറിങ് എ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും ഇങ്ങനെയുള്ളൊരു പ്രോംപ്റ്റ് നിങ്ങൾക്ക് കാണാം. നമുക്ക് ജസ്റ്റ് ആ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട് തന്നെ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. നമുക്കിതാ ഇവിടെ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുള്ള ബനാന വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്യാനുള്ള സിമ്പിൾ മേലെ നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നാനോ ബനാന എടുക്കാം എന്നുള്ളത് നോക്കാം. അതാണ് പ്രോപ്പർ വേ എന്ന് പറയുന്നത്. അതായത് ജെമിനി 2.5 ഫ്ലാഷ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഞാൻ ഗൂഗിളിൽ വന്നിട്ട് ജെമിനി AI എന്ന് പറഞ്ഞിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ വന്നിട്ടുള്ള ആദ്യത്തെ ഗൂഗിൾ ജെമിനി തന്നെയാണ് ഞാൻ ഓപ്പൺ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ജെമിനി 2.5 ഫ്ലാഷ് ആണ് ഓപ്പൺ ആയിട്ടുള്ളത് അല്ലേ. ഇവിടെ മേലെയായിട്ട് ട്രൈ ഇമേജ് എഡിറ്റിംഗ് വിത്ത് അവർ ബെസ്റ്റ് ഇമേജ് മോഡൽ നാനോ ബനാന എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെയാണ് നമ്മുടെ ഇമേജ് എന്താണോ നമുക്ക് വേണ്ടത്, അതായത് നമ്മൾ പറയാം പ്രോംപ്റ്റ് അല്ലേ, പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നാനോ ബനാനൻ്റെ ഇമേജ് ഒന്നും തന്നെ ഇവിടെ കാണുന്നില്ല എന്നിരിക്കട്ടെ. അതായത് ട്രൈ നാനോ ബനാന അങ്ങനെയൊന്നും ഇവിടെ കാണുന്നില്ലെങ്കിൽ ഈ ടൂൾസ് എന്ന് പറയുന്ന ഈ പോർഷനിലേക്ക് വരിക. then ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാം ക്രിയേറ്റ് ഇമേജസ് എന്ന് ഒരു ബനാനേൻ്റെ പിക്ചർ കാണാം അല്ലേ. കണ്ടോ. ഇനി നമുക്കിവിടെ നാനോ ബനാന യൂസ് ചെയ്തിട്ട് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ ഏതാണോ അതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലോഡ് ഫയൽസ് എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ ടോവിനോൻ്റെ ഒരു ഫോട്ടോ ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. കീപ് ഓൺലി ടോവിനോ ഇൻ ദിസ് ഇമേജ്, റിമൂവ് ഓൾ അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ്. നമ്മുടെ നാനോ ബനാനയ്ക്ക് ടോവിനോനെ അറിയോ എന്നുള്ളത് കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞു. ജസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. വളരെ ക്വിക്കായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഇമേജ് ഇവിടെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്ക്ഗ്രൗണ്ടൊക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് 2 പേര് സൈഡിൽ നിൽക്കുമ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട് കാണുന്നില്ല അല്ലേ. എന്നിട്ട് കൂടി അത് നല്ല നീറ്റായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. മാത്രമല്ല ടൊവിനോനെ മാത്രം അവിടെ വെച്ചിട്ടുമുണ്ട് അല്ലേ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പിക്ചർ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ട് വളരെ ടൈം എടുത്ത് ചെയ്യുന്ന കാര്യമാണ് സെക്കൻഡ്സ് കൊണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. വീണ്ടും ഞാനൊരു പിക്ചർ കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രോംപ്റ്റ് എഴുതാൻ അറിയില്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ChatGPT അല്ലെങ്കിൽ നമ്മുടെ ജെമിനി തന്നെയോ യൂസ് ചെയ്തിട്ട് പ്രോംപ്റ്റ് എഴുതിക്കാവുന്നതാണ്. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഇപ്പോൾ ChatGPT എടുത്തിട്ടുണ്ട്. ഞാൻ കൊടുക്കുകയാണ് സ്വാപ്പ് ദീസ് 2 പീപ്പിൾസ് ഡ്രസ്സസ്. എനിക്ക് അധികം കാര്യമായിട്ടൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെയൊന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് റൈറ്റ് എ പ്രോംപ്റ്റ് ഫോർ ദിസ്. എങ്ങനെയാണ് ChatGPT തരിക എന്നുള്ളത് നോക്കാം. വളരെ ക്വിക്കായിട്ട് തന്നെ നമുക്കൊരു റെസ്പോൺസ് കിട്ടിയിരിക്കുകയാണ്. സ്വാപ്പ് ദ ഔട്ട്ഫിറ്റ്സ് ഓഫ് ദി 2 പീപ്പിൾ ഇൻ ദ ഇമേജ്, പേഴ്സൺ എ ഷുഡ് ബി വെയറിംഗ്, പേഴ്സൺസ് ബി ക്ലോത്ത്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് തന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. ദെൻ നമ്മുടെ ജെമിനിയിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എങ്ങനത്തെ ഇമേജാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഡ്രസ്സ് ചേഞ്ച് ആയിട്ടുള്ള ഒരു ഇമേജാണ് വേണ്ടത് അല്ലേ. കണ്ടോ, വളരെ ക്വിക്കായിട്ട് തന്നെ നമുക്ക് 2 പേരും അവരുടെ ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ടുള്ള ഒരു ഇമേജാണ് തന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു ക്യാരക്ടർ കൺസിസ്റ്റൻസി എന്നുള്ളൊരു സംഭവം അല്ലേ. അതായത് നമ്മൾ എങ്ങനത്തെ ഇമേജ് കൊടുത്താലും അയാളുടെ മുഖത്തിലോ ഭാവത്തിലോ ഒന്നും തന്നെ ഒരു ചേഞ്ചും ഇല്ലാണ്ടാണ് നമുക്ക് നമ്മുടെ ഇമേജ് കിട്ടുന്നത്. അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലേ. ഇനിയിപ്പോൾ ഞാൻ അടുത്തതായിട്ട് എൻ്റെ ഒരു ഫോട്ടോ തന്നെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് പറയാണ്
ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഞാനിവിടെ പറയുന്നത് മോഡേൺ ഓഫീസ് ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ലാപ്ടോപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഇവിടെ ഞാൻ പറയുന്നുണ്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് പറയാണ് ആവശ്യമുണ്ടെങ്കിൽ ഇമേജ് ആംഗിൾ ചേഞ്ച് ചെയ്തോളാം പറയാണ്. ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണാം നിങ്ങൾക്ക് എൻ്റെ ഒരു സൈഡ്, അതായത് ഷോൾഡർ പോർഷൻ തൊട്ടിട്ട് ഇവിടെ ഇല്ല അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നാനോ ബനാന ബാക്കി ക്രിയേറ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാ നമുക്ക് നമ്മുടെ കംപ്ലീറ്റ് ഫോട്ടോ തന്നെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞാൻ ഫോട്ടോൻ്റെ സെൻറ്ററിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ റൈറ്റ് സൈഡ് ഇവിടെ ഇല്ലയെന്ന്, പക്ഷേ റൈറ്റ് സൈഡ് അതേപോലെ തന്നെ അതേ ഡ്രസ്സിൻ്റെ കളറും ഒക്കെ മാച്ച് ആക്കിയിട്ട് തന്നെ നാനോ ബനാന ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നാനോ ബനാന യൂസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഇമേജസ് കൊടുത്തിട്ട്. വീണ്ടും ഞാൻ ഒരു ഇമേജ് കൂടി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ഒന്നും പറയാനില്ല, വളരെ അടിപൊളിയായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു അടിപൊളി മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ഇമേജ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതേപോലെ, അതായത് ഈ ഒരു ലേഡിക്ക് പകരം ഞാൻ ഇങ്ങനെയുള്ള ഈ ഒരു ചെയറിലിരുന്ന് ഒരു ഇമേജ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നിരിക്കട്ടെ. പക്ഷേ നമുക്ക് ഇതിന് കൊടുക്കേണ്ട പ്രോംപ്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന് ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് ഈ ഒരു ഇമേജ് ഞാനൊന്ന് ചാറ്റ് GPT എടുത്ത് ചാറ്റ് GPTക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം ചാറ്റ് GPTയോട് പറയാണ് ക്രിയേറ്റ് എ പ്രോംപ്റ്റ് ആസ് ഇഫ് യു ആർ എ പ്രോംപ്റ്റിംഗ് എക്സ്പേർട്ട് ടു ജനറേറ്റ് ദ അറ്റാച്ച്ഡ് ഇമേജ്. ഇതിന് പറ്റിയ ഒരു പ്രോംപ്റ്റ് എഴുതി തരാൻ പറയാണ്. ഇതാ ചാറ്റ് GPT നമുക്കൊരു അടിപൊളി പ്രോംപ്റ്റ് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്ക് ക്യാമറ ആംഗിളും ലൈറ്റിങ്ങും മോഡും ക്വാളിറ്റിയും ഒക്കെ ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു പ്രോംപ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്യുക, ദെൻ ജെമിനി എടുത്ത് അതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് മാത്രമല്ല നമ്മുടെ ഒരു ഇമേജ് കൂടി ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ പറയുന്ന ഈ പ്രോംപ്റ്റിൽ പ്രൊഫഷണൽ പോർട്രേറ്റ് ഓഫ് എ മോഡേൺ യങ് വുമൺ എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ അതിനുള്ള ബ്രാക്കറ്റിൽ നമ്മുടെ ഫോട്ടോനാണ് ഇപ്പോൾ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ബ്രാക്കറ്റിൽ അപ്ലോഡഡ് ഫോട്ടോ എന്ന്, അതായത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോയ്ക്കാണ് ഈ ചേഞ്ചസ് വരുത്തേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ദെൻ എനിക്കിവിടെ വേണ്ട ചേഞ്ചസ് ഒക്കെ ഞാനിവിടെ കൊടുക്കുകയാണ്. വിത്ത് സ്ട്രെയിറ്റ് ഹെയർ എന്നാണ് ഇവിടെ പറയുന്നത്, പക്ഷേ ഞാനിവിടെ ഹെയർ സെയിം ഇൻ ദിസ് അപ്ലോഡഡ് ഫോട്ടോ എന്നാക്കുകയാണ്. അങ്ങനെ എനിക്ക് വേണ്ട ചേഞ്ചസ് ഒക്കെ കൊടുത്തിട്ട് ഞാനിത് സബ്മിറ്റ് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയുള്ള ഇമേജാണ് ജനറേറ്റ് ചെയ്യാമെന്ന്. ഇതാ വളരെ ക്വിക്കായിട്ട് തന്നെ എൻ്റെ ഒരു ഇമേജ് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കും പ്രോംപ്റ്റ് എഴുതാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ ഇമേജ് വെച്ചിട്ട് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഇമേജ് കൂടി നമുക്കൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ചാറ്റ് GPT എടുക്കുന്നു, ഈ ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് പ്രോംപ്റ്റ് എഴുതി തരാൻ വേണ്ടി പറയുകയാണ്. ഇതാ ചാറ്റ് GPT വളരെ ക്വിക്കായിട്ട് തന്നെ എനിക്കൊരു പ്രോംപ്റ്റ് തന്നിട്ടുണ്ട്. അത് അവിടുന്ന് കോപ്പി ചെയ്തിട്ട് ജെമിനിയിൽ വന്നിട്ട് എൻ്റെ ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ദെൻ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ സംഭവം ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ യങ് വുമൺ എന്നുള്ളിടത്ത് അപ്ലോഡഡ് ഫോട്ടോ എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ്. കണ്ട വളരെ ക്വിക്കായിട്ട് തന്നെ ആ ലേഡിയുടെ പ്ലേസിൽ എന്നെ വെച്ചിട്ട് ഒരു ഫോട്ടോ ജനറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ജെമിനി യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ കൊളാജ് ഉണ്ടാക്കാനും സാധിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് പറയാണ് മേക്ക് എ 6 ഫോട്ടോ കൊളാജ് ഓഫ് ദ ലേഡി ഇൻ ദ അപ്ലോഡഡ് ഫോട്ടോ ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. അതായത് ഞാൻ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ കൊളാജ് ഉണ്ടാക്കാനാണ് പ്രോംപ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇതാ നമ്മുടെ ഫോട്ടോ കൊളാജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് നാനോ ബനാന ഫോണിൽ യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോണിൽ ജെമിനി ആപ്പാണ് എടുക്കേണ്ടത്. ജെമിനി AI കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവുന്നതായിരിക്കും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇനി ജെമിനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജെമിനി AI എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെമിനിയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. അതായത് ജെമിനി 2.5 ഫ്ലാഷിൽ തന്നെയാണ് നമ്മൾ കയറുന്നത്. ഇനി അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഏത് ടൈപ്പ് ഇമേജ് ആണോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിന് പറ്റിയ കുറേ പ്രോംപ്റ്റ്സ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം. ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രോംപ്റ്റ് കൊടുക്കണമെന്നാണെങ്കിൽ ഇതാ ഇവിടെ ഡിസ്ക്രൈബ് യുവർ ഇമേജ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ക്രിയേറ്റ് ആൻ ഇമേജ് ഓഫ് മീ ആസ് എ സൂപ്പർ ഹീറോ എന്നുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കൊരു മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. നമ്മളോട് പറയുന്നത് ഇവർ നമ്മുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ എന്നെ വെച്ച് ഒരു അടിപൊളി സൂപ്പർ ഹീറോനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഫോണിലും ജെമിനി AI യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നാനോ ബനാന ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.